ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യമുണ്ടല്ലോ, ഒരു 90% ആൾക്കാരുടെ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ട്രോമാറ്റിക് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു മെമ്മറി അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഉറച്ചു പോയ ഒരു വിശ്വാസം, അങ്ങനെ വേണമെങ്കിൽ പറയാം. വേറൊന്നും അല്ല കേട്ടോ, കുഞ്ഞിലെയോ തീരെ കുഞ്ഞിലെയോ അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്തോ ഇതൊക്കെയാണല്ലോ നമ്മളുടെ മെമ്മറീസ് ഒന്ന് ബേസ് ആവുന്ന ഒരു സമയം. ഈ ഒരു സമയത്ത് നമ്മളോട് ആൾക്കാർ പറയാണ്, ഓ നിന്നെ അതിന് കൊള്ളില്ല. ചിലപ്പോൾ അത് നിറത്തിന്റെ പേരിലാവാം, ഇല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു കഴിവിന്റെ ബേസിലാവാം. തീരെ കുഞ്ഞു പിള്ളേരായിരിക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ ഭയങ്കര വാശിക്കാരനാണെങ്കിൽ നമ്മൾ കീപ്പ് ഓൺ എല്ലാവരും ഇത് തന്നെ പറയും, ഓളെ കൊണ്ട് രക്ഷയില്ല, ഭയങ്കര വാശിയാണ്, ഇങ്ങനെ പറയും. ഇത് നോയിങ്ങിലി ആണെങ്കിലും നമ്മുടെ മൈൻഡിൽ ഭയങ്കരമായിട്ട് ഇതങ്ങ് പതിഞ്ഞു പോകും. നമ്മുടെ മൈൻഡിലും ബ്രെയിനിലും ഒക്കെ ഇതങ്ങ് കിടക്കും. അപ്പൊ ആ കിടക്കുന്ന കാര്യങ്ങൾ പിന്നീട് മുന്നോട്ടുള്ള നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നേരത്ത് ഇതവിടെ ഇങ്ങനെ ഉറച്ചു കിടക്കുകയാണ്. അപ്പം ചിലപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല ഇങ്ങനെ ഒരു കാര്യമാണ് എന്നെ പുറകോട്ട് വലിക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ പള്ളിയിൽ പാട്ട് പാടുന്ന ഒരാളായിരുന്നു. പക്ഷെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ അടുത്തൊരു ടീച്ചർ, എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ, ഞാൻ ഒരു പ്രാവശ്യം ഗ്രൂപ്പ് സോങ് പാടാൻ പോയപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു, നിന്റെ സൗണ്ട് ഇതിന് പറ്റിയതല്ലാന്ന്. ഇന്നും ഞാൻ എന്തെങ്കിലും ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴോ ഒരു പാട്ട് പാടാനുള്ള ഒരു ആഗ്രഹം വരുമ്പോഴോ അറിയാതെ ആണെങ്കിൽ എന്റെ മനസ്സിൽ ഈ ചിന്ത വരും, എന്റെ വോയിസ് അതിന് പറ്റിയതല്ല എന്നാ ടീച്ചർ എന്ന് പറഞ്ഞത് എന്റെ മനസ്സിലുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ മൈൻഡിൽ ഇതുണ്ടാവും. ചിലർക്ക് അത് അറിയായിരിക്കും ഇതാണ് എന്റെ പ്രശ്നം എന്ന് അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞതായിരിക്കും. ചിലപ്പോൾ ആ പറഞ്ഞവരൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതായിരിക്കും. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ആ തോന്നൽ മാറ്റി നമ്മൾ ചില കാര്യങ്ങളിലേക്ക് മുന്നോട്ട് ഇറങ്ങുക, അതാണ് വേണ്ടത്. പക്ഷെ ചിലരെന്ത് ചെയ്യും, ആ ഒരു ബിലീഫ് അവിടെ കിടന്ന് എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് അത് അവിടെ കൊണ്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങളെ കൊണ്ട് അത് പറ്റും. നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക, എന്നെ അവരെന്തിനാ അങ്ങനെ പറഞ്ഞത്, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ, ഇല്ലെങ്കിൽ ഗോ എഹെഡ്, അതാണ് വേണ്ടത്. ഒരിക്കലും അവര് പറഞ്ഞു ഇവര് പറഞ്ഞു എന്ന് വെച്ച് നമ്മുടെ കഴിവുകളൊന്നും തളച്ചിടരുത് കേട്ടോ.